എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവുമായിട്ട് ഒരുമിച്ച് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ, ദൈവികമായ വിടുതലുകൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകി. വീണ്ടും പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട്, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ ദിവസവുമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകരോടുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഈ വചനം, ജീവിപ്പിക്കുന്ന ഈ വചനം, സൗഖ്യമാക്കുകയും വിടിവിക്കപ്പെടുകയും ചെയ്യുന്ന ഈ വചനം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ ഒക്കെ നടക്കുന്ന ഈ ശുശ്രൂഷകൾ അനേകം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് വിടുതലായി മാറേണ്ടതിന് ദൈവമക്കൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിക്കുന്നു. ട്രിവാൻഡ്രം ജില്ലയിൽ നെടുമങ്ങാട്, ചുള്ളിമാനൂർ, ഹെവലി ടെന്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ സ്വർഗീയ കൂടാരത്തിൽ നടക്കുന്ന ആരാധന ഇന്ന് അനേകം പേർക്ക് വളരെ അനുഗ്രഹവും വിടുതലുമായി കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ കിടക്കുന്ന, പൈശാചിക ബന്ധനങ്ങളിൽ കിടക്കുന്ന, മറ്റു പലവിധമായ ശാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ, നിത്യതയുടെ സന്തോഷത്തിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റുവാൻ ഈ ശുശ്രൂഷകളിലൂടെ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ മിനിസ്ട്രിയെ ദൈവം ഇന്ത്യയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വർഷം അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ദൈവത്തിൻ്റെ വചനമെത്താത്ത പ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളത് ഒരു വലിയ ദൗത്യത്തോടുകൂടെ ഈ വർഷം നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആത്മീകമായി വളരെ ബലഹീനമായി കിടക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ജീവിതങ്ങളെ ഉറപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ദൈവശക്തിയിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ആത്മാവിൻ്റെ നിയോഗങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിൽ അവരെ കൈപിടിച്ച് നടത്തുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിനായി ഈ വർഷം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിലുള്ള മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തൊക്കെ എത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കകത്തുള്ള സന്തോഷം അനുഭവിപ്പാനും വിടുതലുകൾ അനുഭവിപ്പാനും ഇടയായി തീരേണ്ടതിനായി ഉത്സാഹിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ സ്വർഗീയ കൂടാരം ട്രിവാൻഡ്രത്തുള്ള ദൈവസഭയ്ക്കകത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നെങ്കിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. നമ്മൾ ഒത്തൊരുമിച്ച് ആ കുടുംബത്തിനകത്ത് കാണുന്നതും ഒരുമിച്ച് ആരാധിക്കുന്നതും ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിനും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ വർഷം പരിശുദ്ധാത്മാവ് അസാധാരണമായ ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിന്മേൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത് എൻഡ് ടൈമിലാണ് നമ്മളായിരിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ കർത്താവ് കടന്നു വരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഏത് സമയത്തും നമ്മൾ ആ കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ റെഡിയായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ വളരെ നടപടിയോടെ, വിശ്വസ്തയോടെ ചെയ്ത് നീങ്ങേണ്ട സമയം കൂടെയാണ്. ആയതുകൊണ്ട് സമയങ്ങൾ അല്പം പോലും പാഴാക്കാതെ, മടി കൂടാതെ, ഉദാസീനരായി തീരാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നിങ്ങളുടെ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നതിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും ഉത്സാഹത്തിനും നന്ദി പറയുന്നു. ഈ സ്ക്രീനെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ ചില സമയങ്ങളിൽ കിട്ടിയില്ല എന്ന് വെച്ച് ഭാരപ്പെടരുത്. പിന്നത്തേതിൽ കിട്ടുവാനിടയായി തീരും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ മറക്കരുത്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാൻ, ഒരാഴ്ചത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് അങ്ങനെയും ഭാഗവാക്കായി തീരുവാൻ തക്കവണ്ണം കഴിയും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ദൈവമക്കളെ, നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയുമാണ് ഈ മിനിസ്ട്രിയെ ദൈവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ചെലവിടാനും ഒക്കെ ഇടയായി തീരേണ്ടതിനായി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിട്ടവർ, ദൈവരാജ്യത്തിന് വേണ്ടി കൈകൊടുത്തവർ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതും മാനിക്കുന്നതും കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആമേൻ. ഇന്നും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ദൈവം നിങ്ങളെ ഉയർത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അല്പസമയം ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. ദൈവത്തിന് നമ്മളോടുള്ള ശബ്ദം എന്താണ്, ദൈവത്തിന് നമ്മളോടുള്ള ഹിതം എന്താണ്, അത് നമുക്കൊന്നുകൂടെ തിരിച്ചറിയുവാൻ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരല്പസമയം ഒരു 10-25 മിനിറ്റ് നേരം നിങ്ങൾ ആ ടൈം ഒന്ന് മാറ്റിവെച്ചാട്ട് നിങ്ങളുടെ ബന്ധപ്പാടുകളും തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചേച്ച് ആ ദൈവസാന്നിധ്യത്തിൽ ഒന്ന് ഇരുന്നാൽ കൃത്യമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടും, നിങ്ങളോട് സംസാരിക്കും. കർത്താവിന്റെ കൃപ ഇന്നത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് തരുന്ന വിലപ്പെട്ട ദൈവിക ദൂതുകളാണ് ഞാൻ ഈ മീഡിയയിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായിട്ടും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ചില ദൈവിക നിയോഗങ്ങൾ നിങ്ങളുടെ മധ്യ കൈമാറുവാനിടയായി തീർന്നു. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം ദൈവസഭയിൽ നടന്ന സ്വർഗീയ കൂടാരത്തിൽ നടന്ന ആരാധനയിൽ കർത്താവ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് ഇടപെടുവാനിടയായി തീരുന്നു. അനേകം ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത് കാണാനിടയായി, അനേകം ജീവിതങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ നടക്കുന്നത് കാണാനിടയായി തീർന്നു. ഒരു മടങ്ങി വരവും ദൈവസന്നിധിയിൽ അവരുടെ തീരുമാനങ്ങൾ പുതുക്കപ്പെടുന്നതിനും കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരുന്നത് കാണാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ TV പ്രേക്ഷകരോട്, നമ്മുടെ മീഡിയ കാണുന്ന അല്ലെങ്കിൽ മീഡിയയിൽ മിനിസ്ട്രി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ലൈഫിൽ ഈ ഒരു ശുശ്രൂഷ കൈമാറ്റം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുവാനിടയായി തീർന്നു. സോ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവ് നൽകിയ ആലോചന നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 3 ഉപമകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ 3 ഉപമകളിലും കാണാതെ പോയതിനെ കണ്ടു കിട്ടിയതിൻ്റെ സന്തോഷത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് കാണാൻ കഴിയും, കാണാതെ പോയ 100 ആടുകളുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. അതിനകത്ത് 99 അവിടെ വിട്ടേച്ച് 1 തേടിപ്പോയി. ആ 1 കണ്ടു കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് താഴോട്ട് നമ്മൾ വീണ്ടും പഠിച്ചു വരുമ്പോൾ 10 ദ്രഹ്മപ്പണം ഉള്ള ആ വെള്ളിക്കാശുള്ള ആ സ്ത്രീ, അതിൽ 1 കാണാതെ പോയി. അത് അടിച്ചു വാരി തൂത്തൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അത് കണ്ടു കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം വന്നു. അയൽക്കാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പിന്നെ അറിയിക്കുന്നത് കാണാൻ കഴിയും. 3-ാമത്തെ ഉപമ, ഒരു മനുഷ്യന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ അപ്പൻ്റെ വസ്തുക്കളെല്ലാം അവനുള്ള വകയെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് പോയി അതെല്ലാം നശിപ്പിച്ച് അവൻ ഒടുവിൽ അനുതപിച്ച് കരഞ്ഞ് ദൈവത്തോടും അപ്പനോടും ക്ഷമ ചോദിച്ച് ആ മകൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ആനന്ദം, സന്തോഷം, അത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 കാണാതെ പോയ സംഗതികളെ കാണാൻ പറ്റും. 3 കാണാതെ പോയ ആ വസ്തുക്കളെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ കണ്ടു കിട്ടിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ഭയങ്കരമാണ്. ഇതിലെല്ലാം ഓരോ ആത്മീക അർത്ഥം കർത്താവ് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഓരോ ആത്മീക അർത്ഥങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ ഇടപെടുവാനിടയായി തീർന്നു. നിങ്ങളിതിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം, ഇതിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ടവരായിരിക്കാം, ഒരുപക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ പല ആശയങ്ങളും എഴുതിയവരും ചിന്തിക്കുന്നവരുമായിരിക്കാം. ഞാനതൊന്നും ഖണ്ഡിക്കുന്നില്ല, ഞാനതിലൊന്നും അതിനെ ഞാൻ വിപരീതമായിട്ട് പറയുന്നില്ല. കാരണം നമുക്ക് ദൈവത്തിൻ്റെ വചനം കടൽ പോലെയാണ്. അതിനകത്ത് എത്രത്തോളം ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുവോ അത്രത്തോളം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മുത്തുകൾ പുറക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമോ അത്രത്തോളം ആഴത്തിൽ കിടക്കുന്ന മുത്തുകളെ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ആ ഒരു വെളിപ്പാടിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്നത്തെ പകൽക്കാലം
കൊണ്ടുപോകുന്നത്. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരുന്നവരെല്ലാം പാപികളാണ്, ചുങ്കക്കാരാണ്, വേശ്യാസ്ത്രീകളാണ്, സമൂഹത്തിൽ അറക്കപ്പെട്ടവർ, വെറുക്കപ്പെട്ടവർ, പലരും തള്ളപ്പെട്ടവർ, ഇവരൊക്കെയാണ് യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വരുന്നത്. അല്ലെങ്കിൽ യേശു കർത്താവ് അവരുടെ അടുക്കിലേക്ക് ആണ് കൂടുതലും കടന്നു പോകുന്നത്. അതിന് ഏറ്റവും വലിയൊരു സ്വർഗീയ മർമ്മമുണ്ട്. കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നത് നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് അത് കാണിക്കുന്നത്. കാരണം കർത്താവ് അങ്ങനെ കടന്നു വന്നതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഈ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഈ കർത്താവിന്റെ അനുഗ്രഹവും വിടുതലും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത്. ലോകത്തിലെത്രയോ അവതാരങ്ങൾ, ലോകത്തിലെത്രയോ രാജാക്കന്മാർ, എത്രയോ 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 തത്വസംഹിതകളൊക്കെ അറിയാവുന്നവർ അല്ലേ, പലരും ലോകത്ത് ജനിച്ചു, മരിച്ചു, ജീവിച്ചു, അവരെല്ലാം പോയി. പക്ഷേ ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും പ്രകീർത്തിക്കുന്നത്, യേശു കർത്താവിനെ കുറിച്ച് ഇന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, ആ യേശു കർത്താവിന്റെ ആ സ്നേഹം അങ്ങനെയായിരുന്നു. അവൻ പാപികളെ തേടിയാണ് വന്നത്. ഈ സമയം ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മെ തേടിയാണ് കർത്താവ് വന്നത്. നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ തക്ക സമയത്ത് അവൻ ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ ഇടയായി തീർന്നു. നാം പാപികളായിരുന്നപ്പോൾ തന്നെ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സമയം നമ്മൾ ലോകത്തായിരിക്കുന്നത്. അതുകൊണ്ട് ആ ബൈബിളിലെ ആദ്യത്തെ, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ആദ്യത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈകൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഈ കർത്താവ് ഇങ്ങനെയൊക്കെ അവരുടെ അടുക്കലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര വിശുദ്ധന്മാരായ ന്യായപ്രമാണത്തിന്റെ ഭയങ്കര അറിവും വെളിപ്പാടുമുള്ള പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ യേശുവിനെ കുറ്റം പറയുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ഹൃദയത്തിന്റെ ആ നിലവാരം അറിഞ്ഞ ശേഷം കർത്താവ് ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുകയാണ്. കർത്താവ് ഉപമകളെ കൂടാതെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം കർത്താവിന്റെ ഉപമകളെല്ലാം ഭയങ്കര ജീവനുള്ളതാണ്, ഭയങ്കര അർത്ഥവ്യക്തമായിട്ടുള്ള ഉപമകളാണ്. അത് ആമേൻ ഗ്രഹിക്കുന്നവർക്ക്, അത് ഗ്രഹിച്ച യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചു കേട്ടോ, അത് ഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് അതിന്റെ ആത്മീകാർത്ഥം മനസ്സിലാക്കുവാനിടയായി തീരും. ഇവിടെ ആമേൻ ദേ കണ്ടോ, അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യന് ആമേൻ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയ ആൾ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. ഈ ഒന്ന് കളഞ്ഞു പോയത് കൊണ്ട് ആമേൻ ഇത്രയും ആനന്ദം ഉണ്ടാകണോ? ഈ ഒന്ന് പോയിട്ട് കിട്ടിയത് കൊണ്ട് ഇത്രയും സന്തോഷം ആ വീട്ടിൽ ഉണ്ടാകണോ എന്ന് പലപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും. കാരണം ഇനിയുള്ള ബാക്കി 99 നോക്കി, ഇനിയുള്ളത് നഷ്ടപ്പെടാതെ നോക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പോരെ എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു ചോദ്യം കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒന്ന് എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കളയുവാൻ, അല്ലെങ്കിൽ കളഞ്ഞു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒന്നും തന്നിട്ടില്ല. നിങ്ങളുടെ കുടുംബം ദൈവം തന്നതാണ്, വിലപ്പെട്ടതാണ്. നിങ്ങൾ കുടുംബമായിട്ടാണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണോ, അതോ കുഞ്ഞുങ്ങളുമായിട്ടാണോ, ആ ഫാമിലിക്കകത്ത് ഒന്നും കളയാനില്ല, അല്ലെങ്കിൽ ഒന്നിനെയും മോഷ്ടിച്ചു കൊണ്ട് പോകാൻ ഇടവരാൻ ഇല്ല. കാരണം അതെല്ലാം വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. ഹല്ലേലൂയ. ഞാനത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ വാക്കുകൾ വിളിച്ചു പറയണം. എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ആമേൻ കാണാതെ പോകാൻ ആമേൻ അങ്ങനെ എനിക്കായിട്ട് ഒന്നുമില്ല. എനിക്കുള്ളതെല്ലാം വിലയേറിയതാണ്, എനിക്കുള്ളതെല്ലാം ആമേൻ ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞ് അതിനെ
നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മുദ്രയിട്ട് കൊള്ളണം. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോൾ അവരുടെ ദുഃഖം കടിച്ചമർത്തി ഒടുവിൽ അത് അണപൊട്ടി ഒഴുകുന്നത് പോലെ അവർക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ പറയാറുണ്ട്, പോയതങ്ങ് പോട്ടെ എന്ന് പറയാറുണ്ട്. ആ തലമുറ നശിച്ചു പോയെങ്കിൽ അവർ പറയാറുണ്ട്, ആ തലമുറ പോയതങ്ങ് പോട്ടെ. കുടുംബമാണെങ്കിൽ പോയതങ്ങ് പോട്ടെ എന്ന് വയ്ക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിനകത്തും നിങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, നിങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ചിലതൊക്കെ പോയതങ്ങ് പോട്ടെ ആമേൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പോകാനായിട്ടൊന്നും നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടില്ല. അങ്ങനെ പോകാനായിട്ടൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ഒന്നും തന്നിട്ടില്ല. ദൈവം തന്നതെല്ലാം വളരെ പ്രേഷ്യസ് ആണ്, വളരെ വിലപ്പെട്ടതാണ്. ദൈവം തന്ന മക്കൾ വളരെ വിലപ്പെട്ടതാണ്. ദൈവം തന്ന കുടുംബം വളരെ വിലപ്പെട്ടതാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം വിലപ്പെട്ടതാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ വിലപ്പെട്ടതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വഴികൾ വിലപ്പെട്ടതാണ്. ഏതോ കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഏതോ പ്രതികൂലങ്ങൾ കയറി വന്നപ്പോൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നി നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. ആ നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. നിനക്ക് വിലപ്പെട്ടത്, നിനക്ക് അവകാശപ്പെട്ടത്, നിന്റെ കയ്യിലിരിക്കേണ്ടത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അത് കണ്ടു കിട്ടുന്നത് വരെ അതിനെ അന്വേഷിക്കുക തന്നെ വേണം. മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ അരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ടും ഉറയ്ക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ഞാൻ ഈ ആട്ടിടയനെ കുറിച്ച് പഠിച്ചപ്പോൾ ആ ഇടയന് ഒരുപക്ഷെ യജമാനൻ കാണുമായിരിക്കാം. ആ ഇടയന്റെ യജമാനൻ രാവിലെ ആടുകളെ എണ്ണിയായിരിക്കാം അദ്ദേഹത്തിന് കൊടുത്തു വിടുന്നത്. ആ ഇടയൻ വനാന്തരങ്ങളിൽ, മലയുടെ പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ ആടുകളെ രാവിലെ ആമേൻ അതിനെ തീറ്റി പോറ്റി വൈകുന്നേരം അതിനെ കൂടുകളിലേക്ക് അതിനെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ യജമാനൻ ആ എണ്ണുവാൻ ആക്കിയിരിക്കുന്ന ആ ഭൃത്യന്മാരോട് ആടിനെ എണ്ണാൻ പറയും. അങ്ങനെ ഓരോന്നും എണ്ണിയാണ് കൂട്ടിനകത്ത് കയറ്റുന്നത്. എണ്ണിയാണ് ആ കൂട്ടിനകത്തു നിന്ന് അതിനെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആമേൻ, ഇടയൻ ആടുകളെ അറിയുന്നു. ആമേൻ, അവരെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആമേൻ, ആടുകൾക്ക് ഇടയനെയും അറിയാം. അങ്ങനെ ഒരു ഭയങ്കര ബന്ധമാണ് ആട്ടിടയനും ആ ആടുകളും തമ്മിലുള്ള ബന്ധം. അപ്പൊ അതിന് ഭയങ്കര ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആ ബൈബിൾ വചനം വായിക്കുമ്പോൾ, അയ്യോ 99 എണ്ണം ഉണ്ടല്ലോ, ഒന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് വയ്ക്കേണ്ട ആമേൻ ആ അവസ്ഥയിലല്ല ഇപ്പോൾ ആ ഇടയൻ. കാരണം ആ ഒന്ന് വിലപ്പെട്ടതാണ്. ആ ഒന്ന് 99 പോലെ തന്നെ ആ ഒന്നും വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ ഇടയൻ അതിനെ അന്വേഷിക്കുന്നത്. ഒന്ന്, കണക്ക് കൊടുക്കണം. 2, ആമേൻ, ആ കണക്ക് കൊടുക്കുന്ന സമയത്ത് അതിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ വില ആ ഇടയൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ഭയങ്കര ബോധ്യമുള്ളത് കൊണ്ട് ആ ഇടയൻ അതിനെ അന്വേഷിക്കുമ്പോൾ ആമേൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ടാകും. ഒരുപാട് അലച്ചിലുകൾ അതിനകത്തുണ്ടാകും. ഒത്തിരി ചിലപ്പോൾ ഓടി നടന്ന് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടും ത്യാഗം സഹിച്ചും തൻ്റെ ആ ഒന്ന് കാണാതെ പോയ ഒന്ന് കണ്ടുകിട്ടുവാൻ വേണ്ടിയിട്ട് താൻ ഓടി നടക്കുമ്പോൾ ഒടുവിൽ താൻ അത്രയും ത്യാഗം സഹിച്ച് ഓടി നടന്ന് താൻ കണ്ടുകിട്ടിയ ആ ആടിനെ തോളിൽ ചുമന്നുകൊണ്ട് വരികയാണ്. തോള് ഒരു ഭയങ്കര ശക്തിയെ കാണിക്കുന്നു. തോള് ഒരു സംരക്ഷണത്തെ കാണിക്കുന്നു. ദേ കണ്ടു, ആമേൻ, ആ ആടിനെ തോളതിൽ വഹിച്ച് ഓ ഹല്ലേലൂയ, ആ ഇടയൻ അതിനെ ആമേൻ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. എന്നിട്ട് തൻ്റെ ആ സന്തോഷം മറ്റുള്ളവരെയും കൂടെ അറിയിക്കുകയാണ്. അയൽക്കാരെ അറിയിക്കുന്നു, തൻ്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതരെ വിളിച്ചുകൂട്ടി അവരെ അറിയിക്കുന്നു. അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നു. എന്തിനാണ് ഇത്രയും വലിയ ആഘോഷമാക്കി മാറ്റിയത്? കാരണം ഇത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ വില കണക്കിലും അധികമായിരുന്നു. അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരുപാട് അവിശ്വസ്തനായി തൻ്റെ ജോലിയിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ താൻ കുറവുള്ളവനായി മാറിയനെ. പക്ഷേ വൈകുന്നേരമായപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു ഭയങ്കര മർമ്മമാണത്. ഒരുപക്ഷെ രാവിലെ ആയിരിക്കാം ഈ ആട് കാണാതെ പോയത്. വൈകുന്നേരമാകുമ്പോൾ അതിൻ്റെ കൂട്ടിനകത്തേക്ക് അടയ്ക്കപ്പെടണം, അല്ലെങ്കിൽ ആ കൂട്ടിനകത്തേക്ക് അതിനെ എണ്ണിക്കൊടുക്കണം.
ഞാനിത് ദൂത് പറയുമ്പോൾ ദൈവത്തിന് ആത്മ പറയുന്നു, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പകൽ നഷ്ടം വന്നു എന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. സന്ധ്യയാകാറാകുമ്പോൾ, ഒരു വൈകുന്നേരമാകാറാകുമ്പോൾ, ഹല്ലേലൂയ, അതിന് കൂടുകളിലേക്ക് അടയ്ക്കാൻ സമയമാകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അത് നിങ്ങൾക്ക് നഷ്ടം വരാതെ വണ്ണം, ആ നഷ്ടപ്പെട്ടതിനെ അതിനെയും കൂടെ എണ്ണി അകത്തേക്കാക്കത്തക്ക വണ്ണം ദൈവം നിങ്ങളുടെ മേലൊരു ഭയങ്കര ബ്ലെസ്സിങ് ഇന്ന് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടിയ സമയമാകുമ്പോൾ ഒരു കുറവും അതിനകത്ത് കാണാൻ ദൈവം അനുവദിക്കത്തില്ല. കറക്റ്റ് ടൈമിൽ എല്ലാം ഒരേപോലെ, ആമേൻ, എല്ലാം വിശ്വസ്തയോടെ നിൽക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തിയായിരിക്കും, ആമേൻ, ദൈവം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആമേൻ, എവിടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങളുടെ തലമുറ ആമേൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വളരുന്നില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിച്ചൊരു കുടുംബമല്ല നിങ്ങൾക്ക് കിട്ടിയത് എന്നോർത്ത് നിങ്ങൾ വേദനപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിച്ചതല്ല നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി ശാപമായി പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദിവസങ്ങൾ തള്ളി നീക്കണ്ട. ആമേൻ, ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്ക്. ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ എല്ലാം നന്മയ്ക്കായി സ്വർഗനാഥൻ ചെയ്യുന്നു എന്ന് പറ. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലാണെന്ന് പറ. ദൈവമേ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്ന് ശബ്ദം ഉയർത്തി പറ. കർത്താവിനെ നോക്കി വിശ്വാസത്തോടെ പറ. ആമേൻ. കാണാതെ പോയതിനെ നിങ്ങളുടെ കയ്യിലേക്ക് കണ്ടുകിട്ടാൻ പോവുകയാണ്. കാണാതെ പോയതിനെ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ആമേൻ തരാൻ പോവുകയാണ്. നിങ്ങളതിനെ കണ്ടെത്തുവാൻ പോവുകയാണ്. ആ നഷ്ടപ്പെട്ട കുടുംബം മടങ്ങി വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട നിന്റെ തലമുറ മടങ്ങി വരാൻ പോവുകയാണ്. നിന്റെ ആരോഗ്യം മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് മടങ്ങി വരാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ആമേൻ, സ്നേഹിതരെ വിളിക്കാൻ മറക്കരുത്. ദേശത്ത് നിങ്ങളുടെ സാക്ഷ്യം പറയാൻ മറക്കരുത്. ദൈവത്തെ ഉയർത്താൻ മറക്കരുത്. കർത്താവ് നമ്മുടെ ലൈഫിൽ അങ്ങനെയൊക്കെയുള്ള ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അവൻ നഷ്ടങ്ങളെ വരുത്തുന്ന ദൈവമല്ല, അവൻ പരാജയങ്ങളെ തരുന്ന ഒരു ദൈവമല്ല. ആമേൻ. അവൻ നഷ്ടങ്ങളെ വരുത്തിയിട്ട് ആമേൻ കൈകൊട്ടി ചിരിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ കരം ചിലരെ തൊടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങൾക്കുള്ള ഒന്ന് വളരെ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടതിനെ ദൈവം ഇപ്പോൾ മടക്കി തരികയാണ്. നിങ്ങളുടെ ശുശ്രൂഷകൾ മടങ്ങി വരികയാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ മടങ്ങി വരികയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ മടങ്ങി വരികയാണ്. നിങ്ങളുടെ വിടുതലുകൾ മടങ്ങി വരികയാണ്. വീടടങ്കം ആ കാരാഗ്രഹ പ്രമാണിയുടെ വീട് സന്തോഷിച്ചതുപോലെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ദൈവം തന്ന താലന്തുകൾ, ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഇതാ മടങ്ങി വരികയാണ്. വലിയൊരു ആർപ്പിന്റെ ശബ്ദം നിങ്ങളുടെ വീടുകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ മുഴങ്ങട്ടെ. ആമേൻ. ദേശത്തൊരു വലിയ സാക്ഷ്യമായി അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ചർച്ചക്കാരും ദേശക്കാരും കുടുംബക്കാരും ഒക്കെ അറിയുന്ന ഒരടയാളം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകട്ടെ. കർത്താവിന്റെ കൃപ ഈ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇരിക്കുമാറാകട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ദൈവം, കാണാതെ പോയതിനെ മടക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേൽപ്പിക്കപ്പെട്ടതായ ദൈവിക അധികാരങ്ങൾ, ശുശ്രൂഷകൾ, അഭിഷേകങ്ങൾ ഇന്ന് പകൽ മടങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോ. ഹല്ലേലൂയ. ആമേൻ. അനേകം കുടുംബങ്ങൾക്കകത്ത് ആ ദൈവിക അധികാരങ്ങൾ മടങ്ങി വരുന്നത് കാണുന്നു. ആ ശുശ്രൂഷകൾ മടങ്ങി വരുന്നത് കാണുന്നു. ആ ഒന്ന് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ആ കുടുംബം, ആ തലമുറ, ആ കുടുംബ ജീവിതം, ആമേൻ, അതും വിലപ്പെട്ടതാണ്. അത് മടങ്ങി വരട്ടെ. ആ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. വീടടങ്കം സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്നു മുതൽ ആ ഭവനമായി തീരട്ടെ. കർത്താവിന്റെ കരം രോഗികളെ സൗഖ്യമാക്കും. കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുത്തു മാനിക്കും. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നവരുടെ മേൽ തേജസ്സിന്റെ മേൽ തേജസ്സിന്റെ ശുശ്രൂഷകൾ നൽകി അവരെ ഉപയോഗിക്കണമേ. ഇപ്പോൾ ചിലർ കിടക്ക വിട്ടെഴുന്നേൽക്കട്ടെ. ചിലരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും ശരീരങ്ങളെ വിട്ടുപോൾ മാറിപ്പോകട്ടെ പിതാവേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനം ആ ഭവനത്തിൽ ഉറയ്ക്കുമാറാകട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ ഒരു അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ്
നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായി വിലയേറിയതായി തന്നതൊന്നും അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിനെ ദൈവം തിരികെ പിടിച്ച് നിങ്ങളുടെ കയ്യിൽ തരും. ആ വീടടങ്കം ഒരു സന്തോഷം ഈ ദിവസങ്ങൾ ഉണ്ടാകും. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരും കൂടെയും ഇരിക്കുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കാണാം. മുഖാമുഖമായി കാണുമ്പോൾ അത്ഭുതങ്ങളെ കുറിച്ച് പറയാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.